ഫ്രണ്ട്സ്, ബൈക്ക് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ്ങുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. OBD സ്കാനിങ് ടൂൾ. എന്തിനാണ് OBD സ്കാനിങ് ടൂൾ ആവശ്യം? ഇപ്പോൾ വരുന്ന എല്ലാ വാഹനവും അഡ്വാൻസ് ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ വാഹനത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു ടൂൾ ആവശ്യമാണ്. അതിനാണ് ഒരു OBD ടൂൾ, സ്കാനിങ് ടൂൾ ആവശ്യം. വാഹനത്തിലെ ECU ആണ് ആ വാഹനത്തിലെ എല്ലാ സെൻസറുകളും, ഫ്യൂൽ കണ്ടക്റ്റുകളും, അതിൻ്റെ ഫ്യൂലും സ്പാർക്കും എപ്പോൾ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ വാഹനത്തിൻ്റെ തലച്ചോറ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആ വാഹനത്തിൽ എന്തെങ്കിലും വാർണിംഗ് ലൈറ്റോ ഇല്ലെങ്കിൽ ആ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു OBD ടൂൾ, സ്കാനിങ് ടൂൾ ആവശ്യമാണ്. അപ്പോൾ ആ OBD സ്കാനിങ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്ന അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ OBD ടൂൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പിന്നെ അതുപോലെ ഈ OBD ടൂൾ 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് ബ്ലൂടൂത്ത് ഫംഗ്ഷനിലും ഒന്ന് വൈഫൈയിലുമാണ് ഉള്ളത്. ഒരു OBD ടൂൾ ഉണ്ടെങ്കിൽ ആ വാഹനത്തിലെ A to Z ECUയിലെ കംപ്ലൈൻറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു OBD ടൂളിൽ 16 പിന്നാണുള്ളത്. അതിൽ നമുക്ക് ബൈക്കിന് വെറും 4 പിന്നേ ആവശ്യമുള്ളൂ. ചില ബൈക്കുകൾക്ക് 3 പിന്നും ചില ബൈക്കുകൾക്ക് 4 ആവശ്യം. ഇതിൽ 2 വയർ നെഗറ്റീവ് പോസിറ്റീവും, പിന്നെ ബാക്കിയുള്ള 2 വയർ ECU കണക്ട് ചെയ്യാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ 2 ലൈൻ ഉണ്ട്, KHും KL എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ ഈ 2 ലൈനാണ് ECUയിലെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ആ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനുള്ള ലൈൻ. OBD ടൂൾ കണക്ട് ചെയ്യാൻ ഓരോ വാഹനത്തിനും ഓരോ ഷോക്കറ്റുകളാണ്. അപ്പോൾ ഓരോ വാഹനത്തിനും ഓരോരോ ഷോക്കറ്റുകളാണ്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.